ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിലെ നാളത്തെ നല്ല അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിതെടുത്ത് സത്യങ്ങളൊക്കെ മഹേഷ് പറയാണ്, തനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, എല്ലാം മനസ്സിനമ്മ ചെയ്ത ചതിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇഷിതക്ക് കുഴപ്പമില്ല. കാരണം ഇഷിതക്ക് മഹേഷിനെ കിട്ടിയതിന് കാരണം അതാണല്ലോ. അതുകൊണ്ട് ഇഷിത എല്ലാം മറക്കാൻ തയ്യാറാവാണ്. ശേഷം ഇഷിതനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹേഷ് വീട്ടിലേക്ക് വരുവാട്ടോ. അതേസമയം രചനയാണെങ്കിൽ മഞ്ജിമയെടുത്ത് പറയുന്നുണ്ട്, നീ എങ്ങനെയാണ് ആ വീട്ടിൽ നിൽക്കാൻ പോകുന്നത്? അവിടെ ഇനി ഇഷിതയായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം ഉണ്ടാക്കുന്നത്. ഇനി അവളുടെ സമയമാണല്ലോ വരാൻ പോണത്. അത് ശരിയാണ്, അച്ഛനും അമ്മയൊക്കെ അവളെ കയ്യിൽ വെച്ചിട്ടായിരിക്കും നടക്കാൻ പോണത്. അമ്മ ഇപ്പൊ തന്നെ അവളെ കാണാൻ കൊതിയായെന്ന്. മഹേഷ് ആണെങ്കിൽ ഇഷിതനെ എവിടെയോ പൊക്കിയെടുത്തോണ്ട് നടക്കാണെന്ന് തോന്നുന്നു. ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല. എന്നാലും ഇഷിത പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എനിക്കും കൂടിയാണ് അത് ബാധിക്കണത്. കാരണം വെച്ചാൽ എന്റെ മോളുടെ പിന്നെ അവസ്ഥ എന്തായിരിക്കും എന്ന് മഞ്ജു ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ശരിയാ, ചിപ്പി മോൾ അവള് പിന്നെ മൈൻഡ് പോലും ചെയ്യില്ല. ഇത്രയും നാള് അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാ അവള് തിരുന്നത്. ഇപ്പൊ അവള് സത്യങ്ങൾ അവളും മനസ്സിലാക്കി. അവൾക്ക് ഒരു കുഞ്ഞായി. ഇനി അടുത്ത കുഞ്ഞാവും, രണ്ടാമത്തെ കുഞ്ഞാവും, മൂന്നാമത്തെ കുഞ്ഞാവും. പിന്നെ അവൾക്ക് ചിപ്പിന്റെ ആവശ്യമേ ഉണ്ടാവില്ല. ചിപ്പിനെ ആദ്യം അവൾ മൈൻഡ് പോലും ചെയ്യില്ല. രണ്ടാനമ്മ എപ്പോഴും രണ്ടാനമ്മ തന്നെയാണല്ലോ എന്ന് മഞ്ജുവ പറയുമ്പോൾ രചന പറയണ്ട്, അതുകൊണ്ട് തന്നെയാ ഞാൻ ആ വീട്ടിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം എന്റെ മോളുടെ അവസ്ഥ അങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നോക്ക് മഞ്ജുമേ, അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിനക്ക് മാത്രമേ എന്തെങ്കിലും ഇനി ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കോ, ഞാൻ എന്ത് ചെയ്യാനാ രചന എന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ ഇഷിത പ്രസവിച്ചിട്ടൊന്നുമില്ലല്ലോ, പ്രഗ്നന്റ് ആണെന്നല്ലേ ഉള്ളൂ. അതെ, പ്രസവിക്കാൻ ഇനിയും സമയം വേണമല്ലോ. എടി, ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നാ ഉദ്ദേശിക്കണത്. അല്ല രചന എന്തോ ഉദ്ദേശിക്കണത്? അത് വേണ്ടെന്ന് വെക്കാനാണോ? പിന്നല്ലാതെ അവളുടെ കുഞ്ഞാകുമ്പോ അതിനെ കൺഗ്രാറ്റ്സ് പറഞ്ഞ് അവളുടെ അടുത്ത് പോയി നിൽക്കണമെന്നാണോ നീ വിചാരിച്ചത്? ഒരിക്കലും ഈ രചന അതിന് നിൽക്കില്ല. അതിനു മുമ്പ് ഞാനത് ഇല്ലാതാക്കിയിരിക്കും. പക്ഷെ അതിനെനിക്ക് നിന്റെ സപ്പോർട്ടും കൂടി വേണം. അതിന്റെ എല്ലാ സപ്പോർട്ടും, എന്റെ സപ്പോർട്ട് എല്ലാം രചനയ്ക്ക് ഉണ്ടാവും രചനയെ. കാരണം ഇഷിത അവിടെ നിന്ന് പോകണമെന്നുള്ളത് എൻ്റെ ആഗ്രഹവും കൂടിയിട്ടാണ്. പക്ഷേ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത കാര്യം അത്ര എളുപ്പമൊന്നുമല്ല. കാരണം എന്താണെന്ന് അറിയാലോ, മഹേഷ് ആണെങ്കിൽ ഇഷിതനെ കൈവെള്ളയെ വെച്ചിട്ടേക്ക് നടക്കുന്നുണ്ടാവാ. പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ അവളുടെ അമ്മയാണെങ്കിൽ തൊട്ടടുത്ത ഫ്ലാറ്റിൽ തന്നെ ഉള്ളത്. ഇനി അവൾക്ക് ഫുഡ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കയറി ഇറങ്ങി നടക്കും. അതുകൊണ്ട് പെട്ടെന്നൊരു കാര്യങ്ങൾ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ചെയ്യണ്ട, പതുക്കെ പതുക്കെ ചെയ്താൽ മതി. ആർക്കും ഒരു സംശയമില്ലാത്ത തരത്തിൽ വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട്. രചന എന്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും എന്ന് മഞ്ജിമ പറയാണ്. ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. ഇത് നമ്മുടെ രണ്ടുപേരുടെയും ആവശ്യമാണല്ലോ. അതെ അതെ, എന്തായാലും നീ ഇപ്പൊ പോയേക്ക്. ഞാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടാക്കിയിട്ട് ഞാൻ നിന്റെ അടുത്ത് പറയാം. ശരി രചന എന്ന് പറഞ്ഞിട്ട് മഞ്ജിമ അവിടെ നിന്ന് പോവാട്ടോ. രചന മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ഇഷിതേ, നീ ആ കുഞ്ഞിനെ പ്രസവിക്കില്ല. അതിന് ഈ ഞാൻ സമ്മതിക്കില്ല. രചന ഒരിക്കലും സമ്മതിക്കില്ല. മഹേഷ് എന്റെയാണ്, എന്റെ മാത്രം. അപ്പൊ മഹേഷ് എന്നോട് കാണിച്ചതൊക്കെ വെറുതെയുള്ള ഇഷ്ടമായിരുന്നു അല്ലേ? മഹേഷിന്റെ മനസ്സിൽ അപ്പൊ അവളായിരുന്നു. പിന്നെ എന്തിനാ മഹേഷ് എൻ്റെ അടുത്ത് അടുപ്പം കാണിച്ചത്? എന്നെ പൊട്ടിയാക്കാൻ വേണ്ടിട്ടോ? എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ രചനയും വിചാരിക്കുന്നുണ്ട്. ശേഷം രചന പിറ്റേ ദിവസം രാത്രി ആകാശിനോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആകാശ് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ രചനെ, നീ വെറുതെ ദിവാസ്വപ്നം കാണുന്നേ ഉള്ളൂ. കാരണം ഇഷിതേ മഹേഷൊക്കെ ഇപ്പോഴേ ഒരുമിച്ചതല്ല, അവർ കുറേ നാൾ മുമ്പേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ മഹേഷിന്റെ ആക്സിഡന്റിന് മുമ്പേ അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നത്. അതെ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇനി എന്റെ മോളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് ആകാശ് എനിക്ക് പേടി. നിന്റെ മോളുടെ അവസ്ഥ എന്താവാനാണ്? കട്ട പോകാം. ഇനി അവളെ മൈൻഡ് പോലും ചെയ്യില്ല ഇഷിത. കാരണം ഇഷിതക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാവാൻ പോണല്ലേ. ആകാശ്, എനിക്കിത് സഹിക്കാൻ പറ്റില്ല. നീ എന്ത് ചെയ്യാൻ പോവാ? അവിടെ ആ മഞ്ജിമയുടെ സഹായം ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാലും മഞ്ജിമയുടെ തലയിലിടാലോ. രചനക്കപ്പ ബുദ്ധിയുണ്ട്. ഈ കാര്യത്തിൽ എല്ലാ സപ്പോർട്ടും എന്റെ ഉണ്ടാകും എന്ന് ആകാശ് പറയാണ്. രചന പറഞ്ഞിട്ട്, ആകാശിന്റെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം. മഹേഷും ഇഷിതയും എന്നെ ഒരുപോലെയാണ് ചതിച്ചത്. രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിലായിരുന്നു എന്നോട് അവർ പെരുമാറിയത്. അവസാനം രണ്ടുപേരും കൂടി എന്നെ വിഡ്ഢിയാക്കി. രചനനെ വിഡ്ഢിയാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ രചന ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആകാശ് വിചാരിക്കുന്നുണ്ട്, രചനെ, നീ എന്ത് ചെയ്യാനാടി? ഞാൻ നിന്റെ കൂടെ നിൽക്കാൻ പോണമെന്നില്ല. ഇഷിത ഇപ്പൊ പ്രസവിച്ചാൽ എനിക്ക് എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. അവള് പ്രസവിക്കോ പ്രസവിക്കാതിരിക്കോ ചെയ്യട്ടെ. നീ എന്താ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആകാശം ഇങ്ങനെ ചിരിക്കാട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ രചനയാണെന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത് രാവിലെ പറയണ്ട, മോനെ ആദ്യം നീ വിശേഷമൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. ഇഷിതാമ്മ പ്രഗ്നന്റ് ആണ് അല്ലേ? അതെ. നിനക്ക് ഇഷിതാമ്മനെ കാണാൻ പോണോന്നില്ലേ? ഉണ്ട്. അതെ, വെറുതെ പോയാ പോരാ. ഇഷിതാമ്മയുടെ വയറ്റിലൊരു കുഞ്ഞുവാവുണ്ട്. അപ്പൊ ആ കുഞ്ഞുവാവൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് അതിനെ മേടിച്ചിട്ട് വേണ്ട അങ്ങോട്ട് പോവാൻ. അതെ അതെ, അമ്മക്ക് ഇത്ര സന്തോഷമുണ്ടോ? പിന്നെ എനിക്ക് സന്തോഷം ഉണ്ടാവാതിരിക്കോ?
ചിപ്പീനെ പോലെ ആദി നിന്നെ പോലെ അതുപോലെ തന്നെ മഹേഷിന്റെ കുഞ്ഞ് തന്നെയല്ലേ അവളുടെ വയറ്റിലും. അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട് മോനെ. നമുക്ക് വല്ല ഫ്രൂട്ട്സോ അതുപോലെ തന്നെ സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് കൊണ്ടേ കൊടുക്കാം എന്നൊക്കെ പറയാണ്. ശരി മമ്മി, എനിക്ക് ഭയങ്കര സന്തോഷമായി. മമ്മിക്ക് ഇതിൽ സന്തോഷമായല്ലോ, എനിക്കത് മതി എന്നൊക്കെ പറയാണ്. പക്ഷെ അപ്പോഴും ആദിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നാം കേട്ടോ. രചന പെട്ടെന്ന് ഇങ്ങനെ മാറത്തില്ല. കാരണം രചനയ്ക്ക് എപ്പോഴും മഹേഷായിട്ട് ഒന്നിക്കണമെന്നാണല്ലോ ആഗ്രഹം. പെട്ടെന്ന് എന്താ തന്നെ മമ്മി ഇങ്ങനത്തെ ഒരു നിലപാടെടുക്കാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ വിചാരിക്കണ്ട്. ചിലപ്പോൾ മമ്മി നന്നായി കാണുമായിരിക്കും എന്നൊക്കെയാട്ടോ ആദ്യം വിചാരിക്കണത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ആദ്യം വിചാരിക്കണില്ല, മമ്മിക്ക് വേറെ എന്തോ ദുരുദ്ദേശമുണ്ട്, അതെന്താന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. പിന്നെ അങ്ങോട്ട് ആദ്യം എപ്പോഴും രചനനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രചനക്ക് തന്നെ കോൾസും കാര്യങ്ങളും. ഇപ്പൊ സുമിയുടെ കോള് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ മഞ്ജിമ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി, അതായത് മഞ്ജിമ എന്ന് പറഞ്ഞ ആന്റി എപ്പോഴും മമ്മീനെ വിളിക്കുന്നുണ്ട്. അവരെന്തിനാ മമ്മീനെ വിളിക്കണത് എന്ന രീതിയിൽ ആദ്യം അത് അന്വേഷിക്കാൻ വേണ്ടി നോക്കുവാട്ടോ. അങ്ങനെയാണ് ആദ്യം ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കണത്. വെറുതെ അല്ല മഞ്ജിമ വിളിക്കണത് രചനനെ വിളിക്കണ ഒരു കാരണമുണ്ട്. രചന അങ്ങോട്ട് വിളിക്കണതിന് കാരണമുണ്ട്. ഇഷിതാമ്മയുടെ കുഞ്ഞ്, അതെ ആ കുഞ്ഞ് തന്നെയാണ് രണ്ടുപേരുടെ ഇഷ്യൂ. ആ കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും എന്ന് ആദിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആദി ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. കാരണം തന്റെ കുഞ്ഞനിയത്തിയല്ലേ അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ തന്നെ ചെയ്യാണ്. ചിപ്പിയുടെ അടുത്ത് ആദ്യം പറയുന്നുണ്ട്, മോളെ ചിപ്പി, ഞാനൊരു കാര്യം പറയാം, പക്ഷെ നീ ഇത് ഡാഡിയുടെ അടുത്ത് പെട്ടെന്നൊന്നും പറയരുത്. എന്താ ആദ്യേട്ടാ, എന്താ കാര്യം? അതെ, ഇവിടെ മമ്മി എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്ത പോലെയാണ്. മഞ്ജിമാപ്പയും ഇടക്കിടക്ക് വിളിക്കുന്നുണ്ട്. അവരുടെ സംസാരത്തിൽ എനിക്ക് എന്തോ ഗൂഢാലോചന മണക്കുന്നുണ്ട്. എന്താ ആദ്യേട്ടൻ പറഞ്ഞു വരുന്നത്? എന്റെ മമ്മേനെ അവരെന്തെങ്കിലും ചെയ്യോ? ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇഷിതാമ്മ പ്രഗ്നന്റ് ആയത് മമ്മിക്ക് ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല. ഈ മമ്മിക്ക് എന്താ ആദ്യേട്ടാ എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചും കണ്ടു ചെയ്യണം. മമ്മി അവിടെ വന്ന സൂക്ഷിക്കണം. അതുപോലെ തന്നെ ആ വീട്ടിലിരിക്കുമ്പോൾ നീയും കരുതലായിട്ടിരിക്കണം. മഞ്ജിമാപ്പ എന്തെങ്കിലുമൊക്കെ ഇഷിതാമക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊന്നും കൊടുക്കാൻ നീ സമ്മതിക്കരുത്. കാരണം മഞ്ജിമാപ്പനെ വിശ്വസിക്കാൻ പറ്റില്ല. അറിയാലോ, ഇഷിതാമ ഒരുപാട് നാൾ കാത്തിരുന്നിട്ടാ ഈ കുഞ്ഞിനെ കിട്ടണത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഒന്നും സംഭവിക്കരുത്. നമ്മുടെ കുഞ്ഞാത്. അതേ ആദ്യേട്ടാ, നമ്മുടെ കുഞ്ഞാത്. അതെ, അതുകൊണ്ട് എന്തായാലും ആ കുഞ്ഞിനെ നമ്മൾ ചേട്ടനും ചേച്ചിയാണ് ആ കുഞ്ഞുവാവേട. അതുകൊണ്ട് നമ്മൾ വേണം ആ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട്. അതിനു വേണ്ടി നമുക്ക് രണ്ടുപേർക്ക് കൈകോർക്കാം എന്ന് പറയണം. അങ്ങനെ ആദ്യം ചിപ്പിയും കൂടി രചനയുടെ മഞ്ജിമയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കും കേട്ടോ. അവരെന്തൊക്കെ ഇഷിതേനെ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അതിനെയൊക്കെ തിരിച്ചും പണി കൊടുക്കുകയാണ്. കാരണം ഇഷിതേനെ ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ആദ്യം ചിപ്പി മനസ്സിലാക്കുകയും അതിന് തടയിടുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനിയുള്ള എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇഷിത കുഞ്ഞുവാവനെ പ്രസവിക്കും എന്നുള്ളത് ശരി തന്നെയാണ് കേട്ടോ. ഇഷിതയ്ക്ക് ജനിക്കുന്നത് ഒരു പെൺകുഞ്ഞാണ് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ്സ് ആണ് കേട്ടോ ഇനി വരാൻ പോണത്. മാത്രമല്ല ഇതിൻ്റെ ഇതിൻ്റെ ഒറിജിനൽ വേർഷനിൽ ഇഷിതയുടെ കുഞ്ഞിന് ആപത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ അത്രയും ട്രാജഡി ഒന്നും കാണിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഇതിലെന്തായാലും ഇഷിത ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ പ്രസവിക്കും. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.